കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞു. പുതിയ ഭരണസമിതിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. ഇത്തവണ അപ്രതീക്ഷിതമായി LDF പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. CPIM-ൻ്റെ സൈദ്ധാന്തികരിൽ പ്രമുഖനായ തോമസ് ഐസക്ക് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരാജയത്തിൻ്റെ ചില കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം പ്രതിപക്ഷം അവതരിപ്പിച്ച രീതിയിലുള്ള ഒരു ഇടതു ഹിന്ദുത്വ എന്ന ആഖ്യാനം ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കിയെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇടതു ഹിന്ദുത്വ എന്ന പ്രയോഗം തന്നെ തോമസ് ഐസക്ക് ബോധപൂർവം നടത്തിയതാവാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ കുറേ കാലമായി BJP-യുമായി ചേർന്ന് പോകുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച CPIM പൊതുവിൽ മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിച്ചതെന്ന വിമർശനം CPIM-ൻ്റെ അംഗങ്ങളിൽ നിന്നും അനുഭാവികളിൽ നിന്നും തന്നെ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇടതു ഹിന്ദുത്വത്തിന് കീഴ്വഴങ്ങുന്ന ഒരു പാർട്ടിയാണ് CPIM എന്നും അതിൻ്റെ മുന്നണിയാണ് LDF എന്നുള്ള പ്രചരണം വന്നതോടെ മതന്യൂനപക്ഷങ്ങൾക്ക് മുന്നണിയോടും CPIM-നോടും താല്പര്യമില്ലാതായി എന്നാണ് തോമസ് ഐസക്ക് കണ്ടെത്തുന്നത്. കിഫ്ബി അടക്കമുള്ള വികസന ഉന്മുഖമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും ക്ഷേമ പെൻഷനുകൾ കൊടുത്തിട്ടും ജനങ്ങളുടെ രാഷ്ട്രീയമായ നിലപാടുകളെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ തോമസ് ഐസക്ക് നടത്തുന്നത്. അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം, പരാജയമൊക്കെ സംഭവിക്കാം, പക്ഷേ 2010 ഇതുപോലുള്ള വലിയ പരാജയത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ്. ഇതിനു മുമ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു വലിയ തകർച്ച നേരിട്ട് 2010 CPIM-ൻ്റെ ഉൾപാർട്ടി തർക്കങ്ങളായിരുന്നു അതിൻ്റെ ആ കാലത്തെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഇപ്പോൾ CPM-നകത്ത് ഉൾപാർട്ടി തർക്കങ്ങളും മറ്റു തർക്കങ്ങളും ഒന്നുമില്ല, വളരെ യോജിപ്പാണ്, മുന്നണി നന്നായിട്ട് പോകുന്നുണ്ട്, എതിർ ശബ്ദങ്ങളൊന്നും മുന്നണിയിൽ പോലും ഇല്ല. പക്ഷേ 2010 നിലവാരത്തിലേക്കാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ LDF മൂക്കുകുത്തി വീണത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ പൊതുവിൽ ഒരു 60% LDF-നും 40% UDF-നും എന്ന നിലയ്ക്കാണ് ഇതുവരെ കണ്ടിരുന്ന ഫലം. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ നേരെ തിരിച്ചായി മാറി. ഏതാണ്ട് 70%-നടുത്ത് UDF-ന് പഞ്ചായത്തുകൾ കിട്ടിയിട്ടുണ്ട്. 2020 LDF-ന് 514 പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ അത് 340 കുറഞ്ഞിട്ടുണ്ട്. 321 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം ഉണ്ടായിരുന്ന UDF-ന് 2020-നേക്കാൾ ഇത്തവണ 505 അത് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് 941 ഗ്രാമപഞ്ചായത്തുകളുടെ ഫലം എടുക്കുമ്പോൾ BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞ 1026 ഗ്രാമപഞ്ചായത്തുകൾ ഒഴിച്ചാൽ 505 പഞ്ചായത്തുകൾ എന്നുള്ള UDF-നെ സംബന്ധിച്ച് വലിയ ഒരു സംഖ്യയാണ്. ആ സംഖ്യയുടെ പ്രത്യേകത ഗ്രാമപഞ്ചായത്തുകളിൽ CPIM-ന് അടിതെറ്റി തുടങ്ങിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും എന്നതാണ്. സംഘടനാപരമായി പഞ്ചായത്തുകളിൽ പാർട്ടി തകർന്നു തുടങ്ങിയാൽ അത് പിന്നെ സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിലായിട്ട് നിൽക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏത് പാർട്ടിയെ സംബന്ധിച്ചും ജനകീയ അടിത്തറ വിലയിരുത്തുന്നത് പഞ്ചായത്തുകളിലെ അവരുടെ സംഘടനാ ബലവും വോട്ടിൻ്റെ ബലവും ജനകീയ പിൻബലവും നോക്കിയിട്ടാണ്. ഇവിടെയാണ് തകർച്ച നേരിട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തകർച്ച വന്നത്? അങ്ങനെ ഒരു തകർച്ച വന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് CPIM-ൻ്റെ കേഡർമാരുടെ അസഹിഷ്ണുതയും അഹംഭാവവുമാണെന്നാണ് CPM-ൻ്റെ സഹയാത്രികരായ പല ബുദ്ധിജീവികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും പിണറായി വിജയൻ്റെ ശരീരഭാഷയുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടിപ്പിണറായിമാർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളാകട്ടെ
കുറേ കൂടി ജനാധിപത്യപരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ അപകടകരമായ കാര്യം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒക്കെ അഴിമതി ഭീമാകാരം കൊണ്ടു നിൽക്കുകയാണ്. പഞ്ചായത്തുകളുടെ തൊട്ട് കോർപ്പറേഷനുകൾ വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക വിനിമയത്തിൻ്റെ കണക്കുകൾ, ശരിയായ കണക്കുകൾ ശരിയായ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടാൽ, ഇപ്പോൾ പലപ്പോഴും ഓഡിറ്റിംഗ് ഒക്കെ ഒരു അഭ്യാസമാണ്, ശരിയായ രീതിയിൽ ഓഡിറ്റിംഗ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യർ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള അഴിമതിയാണ് അവിടങ്ങളിലൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന അഴിമതിക്കും ധൂർത്തിനും കയ്യും കണക്കുമില്ല. അതുകൊണ്ട് ഇത്തവണ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും തിരുവനന്തപുരം മേയറെ പ്രചാരണത്തിന് ഇറക്കണ്ട എന്ന് CPIM തീരുമാനിച്ചു. ന്യൂയോർക്കിലെ പുതിയ മേയർ മംദാനി തിരുവനന്തപുരം മേയറിൽ നിന്ന് പഠിച്ചിട്ടാണ് രാഷ്ട്രീയ വിജയം നേടിയതെന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടും തിരുവനന്തപുരം മേയറെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എവിടെയും ഇറക്കാൻ അവർ തയ്യാറായില്ല. കാരണം അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സീറ്റിനേക്കാൾ താഴേക്ക് അവരുടെ സീറ്റ് നില പോകും എന്നത് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ ജനങ്ങളെ വലിയ തോതിൽ LDFന് എതിരാക്കി മാറ്റിയ ഘടകം ഈ അഴിമതിയും ധൂർത്തും തന്നെയാവാനാണ് സാധ്യത. അതോടൊപ്പം പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വമ്പിച്ച കൊള്ള, നികുതി എന്ന പേരിൽ, ഫീസ് എന്ന പേരിൽ, പിഴ എന്ന പേരിൽ ഒക്കെ പല പേരുകളിൽ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചെടുത്ത ഭീമമായ തുകയുടെ ഭാരം സഹിക്കേണ്ടി വന്ന വോട്ടർമാർ ആദ്യം കിട്ടിയ അവസരത്തിൽ തന്നെ LDFനെ പ്രഹരിക്കുകയാണ് ചെയ്തത്. എല്ലാ ഫീസുകളും വർദ്ധിപ്പിച്ചു, എല്ലാ ചാർജുകളും വർദ്ധിപ്പിച്ചു, മോട്ടോർ ബൈക്കിൽ പോകുന്ന കുട്ടികൾക്ക് പോലും വലിയ പിഴ ചുമത്തി. അങ്ങനെ പോലീസിൻ്റെ കെട്ടഴിച്ചു വിട്ട ഒരു തരം ഭീകര അവസ്ഥ ഉണ്ടാക്കുന്ന രീതി, ഇതെല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ LDFനെതിരായി വന്ന ഘടകങ്ങളാണ്. കടുത്ത ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ BJPയേക്കാൾ നന്നായി മത്സരിച്ച CPIMൻ്റെ നേതാക്കൾക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള മലപ്പുറം ജില്ലയിൽ 94 ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് ആകെ ജയിക്കാൻ കഴിഞ്ഞത് 3 പഞ്ചായത്തുകളിലാണ്. മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമാണ് LDF നേടിയത്. 94 ഗ്രാമപഞ്ചായത്തുകളിൽ 3 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം ജയിക്കുക, ജില്ലാ പഞ്ചായത്തിൽ ഒരൊറ്റ സീറ്റിലും ജയിക്കാതിരിക്കുക, അതൊക്കെ CPIM മുന്നോട്ട് വെച്ച പ്രചരിപ്പിച്ച ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചെടുത്ത തിരിച്ചടിയാണ്. അതുകൊണ്ട് ഈ തിരിച്ചടികളെക്കുറിച്ചല്ല തോമസ് ഐസക് ചിന്തിക്കുന്നത്. തോമസ് ഐസക് ചിന്തിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമുള്ളതല്ല. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ LDFന് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ മാത്രമല്ല, അവരുടെ ആശയപരമായ പിഴവുകൾ മാത്രമല്ല, BJPയോട് അവർ പുലർത്തുന്ന മൃദു സമീപനം കൂടി മാറ്റിവെക്കേണ്ടി വരും. അതിനൊക്കെയുള്ള സമയം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടോ എന്നതാണ് കാതലായ ചോദ്യം.